1980 സദ്ദാം ഹുസൈൻ തന്റെ സൈന്യവുമായി ഇറാനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ പർവ്വതനിരകളിൽ വെച്ചാണ് ഇറാന്റെ ഗറില്ല പോരാളികൾ അവരെ തകർത്തെറിഞ്ഞത്. ഇതൊരു ടാങ്ക് ശവപ്പറമ്പാണ്. ശരി, വൻ ശക്തികളായ അമേരിക്കയോ ഇസ്രയേലോ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഈ പർവ്വതനിരകളെല്ലാം മറികടന്ന് ഇറാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ അവർ ആ രാജ്യത്തെ കീഴടക്കുമോ? ഇല്ല. കാരണം പർവ്വതങ്ങൾ കടന്നുവരുന്ന ശത്രു സൈന്യത്തെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ ഭയാനകമായ മരണമാണ്. ഇറാന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ കഠിനമായ 2 വലിയ മരുഭൂമികളാണ്. ദഷ്ത് ഇ കബീർ, ദഷ്ത് ഇ ലുട്ട്. കടുത്ത ഉപ്പുവെള്ളം വറ്റി വരണ്ടുണ്ടായ മരുഭൂമികളാണിവ. വേനൽക്കാലത്ത് ഇവിടത്തെ ചൂട് 70 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. ചൊവ്വാഗ്രഹത്തിൽ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണിത്. ഈ അഗ്നികുണ്ഡത്തിലൂടെ തങ്ങളുടെ ടാങ്കുകളുമായി മുന്നോട്ടു പോകാൻ ലോകത്തെ ഒരു പട്ടാളത്തിനും കഴിയില്ല. വാഹനങ്ങൾ കേടാകും, സൈനികർ മരിച്ചു വീഴും. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നേരിട്ടതിനേക്കാൾ വലിയൊരു ദുരന്തമായിരിക്കും അത്. ശരി, പ്രകൃതി തീർത്ത ഈ കോട്ടകളെല്ലാം മാറ്റി നിർത്തിയാൽ ഇറാൻ സ്വന്തമായി നിർമ്മിച്ചു വെച്ചിട്ടുള്ള വലിയൊരു പ്രതിരോധമുണ്ട്: ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ എയർഫോഴ്സിനെ വായുവിൽ നേരിടാൻ തങ്ങളുടെ പഴയ ഫൈറ്റർ ജെറ്റുകൾക്ക് കഴിയില്ലെന്ന് ഇറാന് നന്നായി അറിയാം. അതുകൊണ്ട് അവർ തങ്ങളുടെ ആയുധപ്പുരകൾ മുഴുവൻ ഭൂമിക്കടിയിലേക്ക് മാറ്റി. ഇറാന്റെ പർവ്വതങ്ങൾക്ക് താഴെ 500 മീറ്ററിലധികം ആഴത്തിൽ കൂറ്റൻ തുരങ്കങ്ങൾ നിർമ്മിച്ചു. ശത്രുക്കളുടെ എത്ര വലിയ ബോംബുകൾ വീണാലും ഭൂമിക്കടിയിലെ ഈ രഹസ്യ നഗരങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇസ്രയേലിന്റെ കയ്യിലുള്ള ഭീമാകാരമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും ഇത്രയും ആഴത്തിൽ തുളച്ചു കയറാൻ ശേഷിയില്ല. ഈ ഭൂഗർഭ താവളങ്ങളിൽ നിന്നാണ് ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത്. ശത്രുക്കൾക്ക് ഈ മിസൈലുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. വൻ ശക്തികളായ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാന്റെ മണ്ണിൽ കാലുകുത്താൻ കഴിയാത്തതിന്റെ രണ്ടാമത്തെ വലിയ കാരണം ഇറാന്റെ ഈ അദൃശ്യ സൈന്യമാണ്. ഇതിനെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ ശത്രുക്കൾക്ക് ചുറ്റുമുള്ള തീവളയം എന്നാണ് അവർ വിളിക്കുന്നത്. ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ തങ്ങൾ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കില്ലെന്ന് ഇറാന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മിഡിൽ ഈസ്റ്റിലുടനീളം തങ്ങളുടെ സ്വന്തം സായുധ സംഘങ്ങളെ പണം നൽകി വളർത്തിയെടുത്തു. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഗാസയിലെ ഹമാസ്, സിറിയയിലെയും ഇറാഖിലെയും മറ്റു സായുധ മിലീഷ്യകൾ. ഇറാനിലേക്ക് ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രയേലി പട്ടാളക്കാരൻ കടന്നു കയറിയാൽ അന്ന് തുടങ്ങും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർവനാശം. കാരണം ഇറാനു വേണ്ടി ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഒന്നടങ്കം ഇസ്രയേലിന് നേരെയും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും